ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ടാണ്, റിമൈനിങ് പോർഷനാണ് ചെയ്യണത്. ചാപ്റ്റർ 1 ലാർജ് നമ്പേഴ്സ്, പേജ് നമ്പർ 6 ഓൺവേർഡ്സ് ആണ് ചെയ്യുന്നത്. ഫോർ ഈച്ച് നമ്പർ ഗിവൺ ബിലോ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് വേസ് ടു ഒബ്റ്റെയിൻ ദ നമ്പർ ത്രൂ ബട്ടൺ ക്ലിക്ക് വഴി നമുക്ക് 2 രീതിയിൽ വേണം ഇത് എഴുതാനായിട്ട്. ഇവിടെ തിങ്ക് ലൈക്ക് ചിട്ടി ആൻഡ് ബി ക്രിയേറ്റീവ്, ചിട്ടിയുടെ പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8300 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8300നെ ഒന്നുകിൽ നമുക്ക് 8 × 1000 പ്ലസ് 3 × 100, ഇത് ഒരു വേയിൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 83 × 100. 83 × 100 എന്ന് പറയുന്നത് 8300 അല്ലേ? അങ്ങനെ ബാക്കിത്തെ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഇത് കണ്ടോ, 8 × 1000 പ്ലസ് 3 × 100 എഴുതാം, അല്ലെങ്കിൽ 5 × 1000 പ്ലസ് 33 × 100 എഴുതാം. അടുത്തത് 40,629, നമ്മൾ എക്സ്പാൻഡഡ് ഫോം കൊടുക്കാം. അപ്പോൾ ഇത് വരുമ്പോൾ 4 10,000ൻ്റെ പ്ലേസിൽ വരുമ്പോൾ 4 × 10,000 പ്ലസ് 6 വന്നിരിക്കുന്ന 100ൻ്റെ പ്ലേസ് ആണ് 6 × 100 പ്ലസ് 2 × 10 പ്ലസ് 9 × 1. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 13നെ 1000 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, 106നെ 100 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 21നെ 1 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 1000ൻ്റെ ബട്ടൺ 40 ടൈംസ് ക്ലിക്ക് ചെയ്യുക, 100ൻ്റെ ബട്ടൺ 6 ടൈംസ് ക്ലിക്ക് ചെയ്യുക, 10ൻ്റെ ബട്ടൺ 2 ടൈംസ് ക്ലിക്ക് ചെയ്യുക, 1ൻ്റെ ബട്ടൺ 9 ടൈംസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി അടുത്തത് 56,354. അപ്പോൾ ഇതും 10,000ലാണ് വരുന്നത്. അപ്പോൾ 5 × 10,000 പ്ലസ് 6 × 1000 പ്ലസ് 3 × 100 പ്ലസ് 5 × 10 പ്ലസ് 4 × 1. പിന്നെ ചെയ്യാവുന്ന മെത്തേഡ് എന്താ? 56 × 1000 പ്ലസ് 3 × 100 പ്ലസ് 5 × 10 പ്ലസ് 4 × 1. അടുത്തത് 66,666. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 10,000 പ്ലസ് 6 × 1000 പ്ലസ് 6 × 100 പ്ലസ് 6 × 10 പ്ലസ് 6 × 1. അല്ലെങ്കിൽ പിന്നെ അടുത്ത മെത്തേഡ് എന്താ തന്നെ? 66 × 1000, നെക്സ്റ്റ് നമ്പർ നോക്കാം. 66 × 1000 പ്ലസ് 6 × 100 പ്ലസ് 6 × 10 പ്ലസ് 6 × 1. അല്ലെങ്കിൽ നമുക്ക് 66 × 1. ഇനി അടുത്തത് 3 lakh ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ഫോം തന്നെ കൊടുക്കാം. 3 × 1 lakh പ്ലസ് 6 × 10,000 പ്ലസ് 7 × 1000 പ്ലസ് 8 × 100 പ്ലസ് 10 × 1 പ്ലസ് 3 × 1 അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 36 × 10,000 പ്ലസ് 7,813 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യാം? 7,813 ടൈംസ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ടു മേക്ക് എക്സാക്ട്ലി 30 ബട്ടൺ പ്രസ്. 30 പ്രാവശ്യം ഞെക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക്? അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക്? അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറും ഏതാണ്? ഇപ്പം നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് ഓർക്കുമ്പോൾ ഓർക്കും ഇത് 999. 999നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 100 പ്ലസ് 9 × 10 പ്ലസ് 9 × 1. ഇത് നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30 ബട്ടൺ പ്രസ് അല്ല വന്നത്, നമുക്ക് 27 ബട്ടൺ പ്രസ് ആണ് വന്നത്. നമുക്ക് 30 കിട്ടാം. അപ്പോൾ 30 ബട്ടൺ പ്രസ് വരുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാ വന്നതെന്നാണ് ചോദിച്ചേക്കണേ. നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് 993 ആണ് കിട്ടുന്നത്. അതിന് നമുക്ക് ഏത് രീതിയിൽ എഴുതിയാലാണ് 30 ബട്ടൺ പ്രസ് കിട്ടണതെന്ന് നമ്മൾ നോക്കണം. അപ്പം അതിനെ എഴുതണത് 9 × 100 പ്ലസ് 8 × 10 പ്ലസ് 13 × 1. ഇല്ല, നമ്പേഴ്സ് വന്നത് നോക്കാം. 9 പ്ലസ് 8 പ്ലസ് 13 നോക്കാം. അപ്പോൾ നമുക്ക് 30 കിട്ടുന്നില്ലേ? നോക്കിക്കേ. അപ്പോൾ 13 ബട്ടൺ പ്രസ്സിൽ നമുക്ക് എന്ത് കിട്ടും? 9 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 17, 17 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 30 കിട്ടി. അപ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ 30 ബട്ടൺ പ്രസ്സിൽ കിട്ടുന്ന ഇതിലാണ്. 100 എന്ന് പറയുന്ന ബട്ടൺ 9 ടൈംസ് പ്രസ് ചെയ്യുക, 10 എന്ന് പറയുന്ന ബട്ടൺ 8 ടൈംസ് പ്രസ് ചെയ്യുക, 1 എന്ന് പറയുന്ന ബട്ടൺ 13 ടൈംസ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്ക്. 30 ബട്ടൺ പ്രസ്സും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അത് 102 ആണ്. അതേ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വേറൊരു രീതിയിൽ എഴുതി വെക്കുക.
8 into 10 plus 22 into 1. 8 into 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 80 കിട്ടിയില്ലേ? 80 plus 22 എന്ന് പറയുന്നത് നോക്കിക്കേ, 102 ആയി. അതുപോലെ തന്നെ ഇവിടുത്തെ 10 എത്ര പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യേണ്ടത്? 8 പ്രാവശ്യമാണ് പ്രസ് ചെയ്യേണ്ടത്. 22 എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം? 1 എന്ന് പറയുന്ന നമ്പർ 22 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പോൾ 8 plus 22 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 30 ബട്ടൺ പ്രസ് ആണ് കിട്ടും. അപ്പം 10 എന്ന് പറയുന്ന ബട്ടൺ 8 ടൈംസ് പ്രസ് ചെയ്യണം, 1 എന്ന് പറയുന്ന ബട്ടൺ 22 ടൈംസ് പ്രസ് ചെയ്യണം. അന്നേരം നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് സ്മോളസ്റ്റ് ലാർജസ്റ്റ് നമ്പർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 997 ക്യാൻ ബി മെയ്ഡ് യൂസിങ് 25 ക്ലിക്ക്. 25 ക്ലിക്ക് ഉപയോഗിച്ച് 997 ഉണ്ടാക്കാൻ പറ്റും. ക്യാൻ യു മേക്ക് 997 വിത്ത് എ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്ലിക്ക്? വേറെ നമ്പർ ഓഫ് ക്ലിക്ക് വെച്ച് ഉണ്ടാക്കാമോ? അപ്പോൾ 997 നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതണതിന് കുഴപ്പമില്ലല്ലോ. 9 into 100 plus 8 into 10 plus 17 into 1 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, 8 into 100 plus 19 into 10 plus 7 into 1. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് നോക്കി വെച്ചാൽ മതി. 8, 19, 7. 8 plus 19 plus 7 ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ക്ലിക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് എഴുതുമ്പോൾ 9 plus 8 plus 17 ഇങ്ങനെ നോക്കിയാലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണ് വന്നതെന്ന് നോക്കുക. ഇതുപോലെ തന്നെ 34 എന്ന് പറഞ്ഞ് തന്നെ കിട്ടിക്കോളും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന, ഹൗ ക്യാൻ വി ഗെറ്റ് ദ നമ്പേഴ്സ് 5072 8300 യൂസിങ് എ ഫ്യൂ ബട്ടൺ ക്ലിക്ക് ആസ് പോസിബിൾ? ഏറ്റവും കുറച്ച് ബട്ടൺ പ്രസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? 5072 ഉണ്ടാക്കുക. അപ്പോൾ 5072 ഏറ്റവും കുറച്ച് ബട്ടണിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം തന്നെ ചെയ്യാം. 5 into 1000 plus 7 into 10 plus 2 into 1. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. നമ്പേഴ്സ് ആഡ് ചെയ്യാം. 5 plus 7 എന്ന് പറയുമ്പോൾ 12, 12 plus 2 എന്ന് പറയുമ്പോൾ 14. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ക്ലിക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14 ആയിരിക്കും തന്നെ. അതുപോലെ തന്നെ 8300 അതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ക്ലിക്ക് വരാൻ, ഫ്യൂ നമ്പർ ബട്ടൺ ക്ലിക്ക് വരാനായിട്ട്. അപ്പോൾ 8300 എന്ന് പറയുമ്പോൾ 8നെ നമ്മൾ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചാൽ മതി. 8 into 1000 plus 3 into 100. അപ്പോൾ 8 plus 3 എന്ന് പറയുമ്പോൾ 13. അവിടെ നമ്മൾ എത്ര ബട്ടൺ ക്ലിക്ക് ഉപയോഗിക്കുന്നുള്ളൂ? 13 ബട്ടൺ ക്ലിക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ചലഞ്ച് യുവർ ക്ലാസ്മേറ്റ്. അത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് ചെയ്യാം. സിസ്റ്റമാറ്റിക് സിപ്പി ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാൽക്കുലേറ്റർ. ഇറ്റ് ഹാസ് എ ഫോളോയിങ് ബട്ടൺ. സിസ്റ്റമാറ്റിക് സിപ്പി എന്ന് പറയുന്നത് വേറൊരു AI പോലത്തെ ഒരു ടൂൾ പോലെയാണ് പറഞ്ഞ ഒരു കാൽക്കുലേറ്റർ ആണ്. അതിൻ്റെ അകത്ത് ഇത്രയും ബട്ടൺ ആണുള്ളത്. +1, +10, +100, +1000, +10,000, പിന്നെ വരുന്നത് 1 lakh. ഇറ്റ് വാണ്ട്സ് ടു ബി യൂസ്ഡ് ആസ് മിനിമലി ആസ് പോസിബിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട്. മാക്സിമം നമ്പർ ഓഫ് ബട്ടൺ അല്ല ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ മിനിമം നമ്പർ ഓഫ് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ യു ഗെറ്റ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ എഴുതിയില്ല. ഇവിടെ 5072 എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് വിച്ച് ബട്ടൺ ഷുഡ് ബി ക്ലിക്ഡ് ആൻഡ് ഹൗ മെനി ടൈംസ് ടു ഗെറ്റ് ദ ഡിസൈർഡ് നമ്പർ ഗിവൺ ഇൻ ദ ടേബിൾ. ദ എയിം ഈസ് ടു ക്ലിക്ക് ആസ് ഫ്യൂ ബട്ടൺ ആസ് പോസിബിൾ. നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ ബട്ടൺ. ഏറ്റവും ചെറിയ ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒറിജിനൽ എക്സ്പാൻഡഡ് ഫോമിൽ തന്നെ എഴുതാം. ഹിയർ ഈസ് വൺ വേ ടു ഗെറ്റ് ദ നമ്പേഴ്സ് 5072. ദിസ് മെത്തേഡ് യൂസസ് 23 ബട്ടൺ ടോട്ടൽ ക്ലിക്ക്. ഇതിൻ്റെ അകത്ത് 23 ബട്ടൺ ക്ലിക്ക് കൊണ്ടാണ് 5072 കിട്ടുന്നത്. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ 5072 ഏറ്റവും കുറവ് ബട്ടൺ ക്ലിക്കിൽ കിട്ടാനായിട്ട്? അത് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ നമ്പേഴ്സ് ഇൻ ദ പ്രീവിയസ് എക്സസൈസ്. നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്തല്ലോ. ഫൈൻഡ് ഔട്ട് ഹൗ ടു ഗെറ്റ് ഈച്ച് നമ്പർ ബൈ മേക്കിംഗ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്ക് ആൻഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ബട്ടൺ ക്ലിക്ക് കിട്ടുകയും വേണം. ഏറ്റവും കുറവിൽ കിട്ടാൻ പാകത്തിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് സിപ്പിയാണ്. അത് ഉപയോഗിച്ച് ഏറ്റവും കുറവ് രീതിയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം വന്നിരിക്കുന്നത് 8300 അല്ലേ. 8300-ൽ ഏറ്റവും കുറവ് ബട്ടൺ ക്ലിക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് തന്നെ ഈ എക്സ്പാൻഡഡ് ഫോം ചെയ്ത് 8300-ൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുമ്പോൾ 8 into 1000 plus 3 into 100. അപ്പോൾ ടോട്ടൽ എത്ര ക്ലിക്കേ വരുന്നുള്ളൂ? 11 ക്ലിക്കേ വരുന്നുള്ളൂ. ഇനി 40,629 വരുമ്പോൾ എത്ര വരും? 4 into 10,000 plus 6 into 100 plus
2 into 10 plus 9 into 1. അപ്പോഴും എന്തേ വരുന്നുള്ളൂ, ഇതിൻ്റെ നമ്പർ നോക്കുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക. 4 plus 6 plus 2 plus 9, 4 plus 6 10, 10 plus 2 12, 12 plus 9 21. അവിടെയും നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 21 ക്ലിക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അടുത്തതിൽ 56,354, 56,354 നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്, 5. ഇത് 10,000 പ്ലേസിലാണ് തന്നെ. അപ്പോൾ 5 into 10,000 plus 6 into 1,000 plus 3 into 100 plus 5 into 10 plus 4 into 1. ഇവിടുത്തെ നമ്പർ ഓഫ് ക്ലിക്ക് എന്ന് പറയുന്നത് എത്രയാണ് വന്നത്, നമ്പേഴ്സ് ആഡ് ചെയ്യുക. 10,000 എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ 5 ടൈംസ്, ഏറ്റവും കുറവ് ടൈംസേ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം തന്നെ കൊടുക്കുക. 5 plus 6 plus 3 plus 5 plus 4. ഇവിടെ നോക്കിക്കേ, 5 plus 5 10, 10 plus 10 20, 20 plus 3 23. ഇനി അടുത്തത് 66,666. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് നോക്കുക. ഇവിടെ 10,000 അല്ലേ വന്നത്. അപ്പോൾ 6 into 10,000 പ്ലസ് അടുത്തത് വരുമ്പോൾ 6 into 1,000 പ്ലസ് 6 into 100 പ്ലസ് 6 into 10 പ്ലസ് 6 into 1. അപ്പോൾ ഇത് മൊത്തം ചെയ്യുമ്പോൾ മൊത്തം എത്ര ക്ലിക്കേ വരുന്നുള്ളൂ, 30 ക്ലിക്സേ വന്നുള്ളൂ. ഇനി അടുത്തതിൽ വരുമ്പോൾ 3 lakh ആണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ 3 plus 6 plus 7 plus 8 plus 1 plus 3 ചെയ്യാം. 3 plus 6 എത്രയാണെന്ന് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ 7, 8, 1, 3 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയിൽ കിട്ടും, 28 ക്ലിക്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഒറിജിനൽ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തേ ആവശ്യമുള്ളൂ, സ്മോളസ്റ്റ് നമ്പർ ഓഫ് ക്ലിക്ക് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, do you see any connection between each numbers and the corresponding number, smaller number of the corresponding smallest number of the button click? നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സർവേഷൻ, എന്തെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡു യു സീ എനി കണക്ഷൻ ബിറ്റ്വീൻ ഈച്ച് നമ്പർ, ഈ നമ്പേഴ്സ് തമ്മിൽ, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ദ ബട്ടൺ ക്ലിക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്. ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്ക് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്ലേസ് വാല്യൂ ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ നമ്പർ. അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് വാല്യൂ. ഓരോ നമ്പറിനെയും പ്ലേസ് വാല്യൂവിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ the place value of the digit in the number. If the digit in a particular place is small, then the less number of clicks are required, and if it is big, then more number of clicks are required. നമ്മൾ എടുക്കുന്ന നമ്പർ ഇതനുസരിച്ചാണ്. ഏറ്റവും വലിയ നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു വട്ടം ക്ലിക്ക് ചെയ്തേച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ 3 വട്ടം ക്ലിക്ക് ചെയ്തേച്ചാൽ മതിയായിരിക്കും. ചെറിയ നമ്പർ എടുക്കുമ്പോൾ നമുക്ക് 500 700 ടൈംസ് ഒക്കെ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും അത് പ്ലേസ് വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇഫ് യു നോട്ടീസ് എക്സ്പ്രഷൻ ഫോർ ദ ലീസ്റ്റ് ബട്ടൺ ക്ലിക്ക് ഓൾസോ ഗീവ്സ് ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ ഓഫ് ദ നമ്പേഴ്സ്. തിങ്ക് അബൌട്ട് വൈ ഇറ്റ് ഈസ് സോ. പിന്നെ വരാൻ കാരണം നമുക്ക് ഇവിടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ എത്ര നൊട്ടേഷൻ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നമ്പർ കോമയായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പം 53,400 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ കോമയായിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും 5 എന്ന് പറയുന്ന നമ്പർ 10,000 ടൈംസ് 5 ക്ലിക്ക്, 10,000 എന്ന് പറയുന്ന നമ്പർ 5 ടൈംസ് ക്ലിക്ക് ചെയ്തേച്ചാൽ മതി. 1000 എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് ക്ലിക്ക് ചെയ്തേച്ചാൽ മതി. ഇവിടെ 4 എന്ന് പറയുന്ന നമ്പർ 100 ടൈംസ് ക്ലിക്ക് ചെയ്തേച്ചാൽ മതി. അപ്പം ലീസ്റ്റ് ബട്ടൺ ക്ലിക്ക് എന്തിനു നോക്കിയേച്ചാണ്, പ്ലേസ് വാല്യൂ തന്നെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്, നമുക്കിടെ പ്ലേസ് വാല്യൂ വെച്ചാണ് നമ്മളിത് ചെയ്യണത്. അത് ആലോചിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. What if we press 10 lakh button 10 times? 10 lakh button 10 times ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 10 ലാഖിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും വരുന്നത്, 1 crore ആയിരിക്കും വരുന്നത്. വാട്ട് ദ നമ്പർ വിൽ കം അപ്പ്? നമുക്ക് വരുന്ന നമ്പർ ഏതായിരിക്കും, 1 crore ആയിരിക്കും വരുന്നത്. ഹൗ മെനി സീറോസ് വിൽ ഇറ്റ് ഹാവ്? ഇവിടെ തന്നെ കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 നമ്പേഴ്സാണ് വരുന്നത്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 7 സീറോസ് ആയിരിക്കും വരുന്നത്. വാട്ട് ഷുഡ് വി കോൾ ഇറ്റ്? അതിനെ നമ്മൾ വിളിക്കുന്ന നമ്പറാണ് എന്തെന്ന് പറയുന്നത്, ക്രോർ എന്ന് പറയുന്നത്. ക്രോറിന് നമ്മൾ 100 lakh എന്നാണ് പറയുന്നത്. 10 lakhന്റെ കൂടെ ഒരു 10 കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 100 lakh കിട്ടും. 100 lakh എന്ന് പറയുന്ന നമ്പർ ആരോട് ഈക്വലാണ്, 100 lakh എന്ന് പറയുന്ന നമ്പർ നമുക്കിടെ 1 crore ഈക്വലാണ്. 1 crore എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ 3 സീറോസ്,
ഇവിടെ 3 സീറോസ്, ഇവിടെ ഒരു സീറോ. അപ്പോൾ ടോട്ടൽ 7 സീറോസ് ആണ് ഏതിന് വരുന്നത്? 1 crore-ന്. 1 crore-ന് 7 സീറോസും അതുപോലെ തന്നെ നമുക്കിടെ 10 lakhന് 6 സീറോസും ആണ് വരുന്നത്. Of crores and crores. The table show some numbers according to both the Indian system and American system. American system of numeration ആണ് നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നെയിമിംഗ് ന്യൂമറൽസ് അതുപോലെ തന്നെ പ്ലേസിംഗ് കോമ ഉപയോഗിച്ച് നമുക്കത് ഇന്ത്യൻ സിസ്റ്റം ആണോ ഇന്റർനാഷണൽ സിസ്റ്റം ആണോ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. ഒബ്സർവ് ദ പ്ലേസ്മെന്റ് ഓഫ് കോമ ഇൻ ബോത്ത് സിസ്റ്റം. രണ്ടിലും നോക്കാം. ഈ ഇന്ത്യൻ സിസ്റ്റത്തിന്റെ അകത്ത് ഫസ്റ്റ് ഇതിൽ 3 ഡിജിറ്റ് കഴിയുമ്പോൾ പിന്നെ വരുന്ന എല്ലാത്തിനും 2 ഡിജിറ്റ് കഴിയുമ്പോഴാണ് കോമ ഇടുന്നത്. 1000-ൽ കണ്ടോ, ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കോമ ഇട്ടു. 10,000-ന് വരുമ്പോൾ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് കോമ ഇടുന്നത്. 1 lakh കഴിയുമ്പോൾ 3 ഡിജിറ്റ് കഴിഞ്ഞു പിന്നെ 1 ഡിജിറ്റ് കഴിയുമ്പോഴാണ് കോമ വരുന്നത്. ഇവിടെ 3 ഡിജിറ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും 2 ഡിജിറ്റ് കഴിയുമ്പോഴാണ് കോമ വന്നത്. ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ സിസ്റ്റത്തിന്റെ അകത്ത് ആദ്യം 3 ഡിജിറ്റ്, പിന്നെ 2 ഡിജിറ്റ്, പിന്നെ 2 ഡിജിറ്റ്, പിന്നെ 2 ഡിജിറ്റ്, പിന്നെ 2 ഡിജിറ്റ്, അങ്ങനെ പോയിട്ടാണ് നമ്മൾ കോമ ഇടുന്നത്. 10 lakh കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1 crore ആണ്. 1 crore കഴിഞ്ഞാൽ വരുന്നത് 10 crore ആണ്. 10 crore കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 crore ആണ്. ഈ 100 crore-ന് വിളിക്കുന്ന വേറൊരു പേരാണ് 1 അറബ്. 1 അറബിന് എത്ര സീറോ ഉണ്ട് നോക്കിക്കേ. 3 + 2 5, 5 + 2 7, 7 + 2 9, 9 സീറോസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം. ഇനി അമേരിക്കൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ അകത്ത് 1000-ഉം 10,000-ഉം ഇന്ത്യൻ സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ വിളിക്കുന്ന 1 lakh എന്നല്ല 100,000 എന്നാണ് വിളിക്കുന്നത്. ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിന് ഓരോ 3 ഡിജിറ്റ് നമ്പർ കഴിയുമ്പോഴുമാണ് കോമ വന്നത്. ഇത് 100,000, അത് കഴിഞ്ഞിട്ട് 1 million, അത് കഴിഞ്ഞിട്ട് 10 million, അത് കഴിഞ്ഞിട്ട് 100 million. അവർക്ക് 100 വരെ പോകുന്നുണ്ട്. 100,000, 100 million, 100 billion അങ്ങനെ വരുന്നുണ്ട്. മില്യൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വാല്യൂ ആണ് 1 billion. അതിൽ നോക്കിക്കേ, 1 ബില്യനും 1 അറബും അല്ലെങ്കിൽ 100 crores എപ്പോഴും എന്താണ് സെയിം തന്നെയായിട്ടാണ് വരുന്നത്. നോട്ടീസ് ദാറ്റ് ഇൻ ഇന്ത്യൻ സിസ്റ്റം കോമാസ് ആർ പ്ലേസ്ഡ് ടു ദ ഗ്രൂപ്പ് ദ ഡിജിറ്റ് 3, 2, 2, 2. ആ പാറ്റേൺ ആണ്. റൈറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും 3, 2, 2 അങ്ങനെയാണ് പോകുന്നത്. 1000, lakh, crore. പക്ഷെ അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ്, അവിടെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. 3, 3, 3 എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 1000, million, billion അങ്ങനെയാണ് പോകുന്നത്. Indian system of naming numbers is also followed in Bhutan, Nepal, Sri Lanka, Pakistan, Bangladesh, Maldives, Afghanistan and Myanmar. ഇത്രയും കൺട്രീസിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ബാക്കി എല്ലായിടത്തും അല്ലെങ്കിൽ അമേരിക്കൻ സിസ്റ്റം വേറെ കുറെ കൺട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലാക്കും ക്രോർ എന്ന് പറഞ്ഞിരിക്കുന്നത് സാംസ്കൃത് വേർഡായ ലഷ് അതുപോലെ തന്നെ കോടി, ആ 2 വാക്കിൽ നിന്നാണ് ഈ ലാക്കും ക്രോർ എന്ന് പറയുന്ന നമ്പർ ഒറിജിനേറ്റ് ചെയ്തത്. ഇനി ദ നമ്പർ ഓഫ് സീറോസ് ഇൻ 1 lakh ആൻഡ് 1 crore നമുക്ക് നോക്കാം. 1 lakhന്റെ അകത്ത് 5 സീറോസ് ആണ് വരുന്നത്. 10 lakhന്റെ അകത്ത് വരുമ്പോൾ 6 സീറോസ് വരും. 1 lakhൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 5 സീറോസ്. അപ്പോൾ 1 crore എത്രയായിരിക്കും? 2 സീറോസും കൂടി കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ 7 സീറോസ് ഉണ്ടായിരിക്കും. ഇനി എ ലാക്ക് ഈസ് 100 times 1000. 1 lakh എന്ന് പറയുമ്പോൾ നമ്മൾ ലാക്ക് എഴുതി വെക്കുക. ഇതല്ലോ ലാക്ക് എന്ന് പറയുന്നത്. ഈ ലാക്ക് ആരോട് ഈക്വലാണ്? 100 times 1000-നോട് ഈക്വലാണ്. 100 into 1000 വെക്കുക. അല്ല സീറോസ് കൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ 5 സീറോ, ഇവിടെ 5 സീറോ. അപ്പോൾ എ ലാക്ക് എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? 100 times 1000-നോട് ഈക്വലാണ്. ഇനി ഒരു ക്രോർ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ക്രോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയും 2 സീറോസും കൂടി കൂടുതൽ വരും. അപ്പോൾ ഈ 2 സീറോസ് കൂടുതൽ വരുന്ന ആരോട് ഈക്വലാണ്? 100 times ലാക്കിനോട് ഈക്വലാണ്. ലാക്കിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 സീറോസും കൂടി ആഡ് ചെയ്യുന്നതിനോട് ഈക്വലാണ്. ഇനി അറബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അറബ് ഈസ് 100 times എ ക്രോർ. ഒരു ക്രോറിൻ്റെ കൂടെ 1 crore-ന്റെ കൂടെ വീണ്ടും ഒരു 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അറബ് കിട്ടുന്നത്. 1 അറബ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ കൂടെ 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 1 അറബ് ഈസ് 100 times എ ക്രോർ. ഒരു ക്രോറിൻ്റെ 100 times ചെയ്യുമ്പോഴാണ് നമുക്ക് അറബ് 1 അറബ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. 1 lakh എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 5 സീറോ, ഒരു ക്രോർ എന്ന് പറയുമ്പോൾ 7 സീറോ, 1 അറബിൻ്റെ അകത്ത് എത്ര സീറോസ് ഉണ്ടായിരിക്കും? 9 സീറോസ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത്, ഹൗ മെനി സീറോസ് ഡസ് എ 1000 lakh ഹാവ്? ഒരു 1000 lakhൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 1000 lakh എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെക്കുക. ലാക്കിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 5 സീറോസ് ഉണ്ടായിരിക്കും.
ഇനി അതിൻ്റെ കൂടെ ഒരു ഇൻറ്റു 1 lakh ചെയ്താൽ മതിയല്ലോ. 1 lakhൽ നമുക്കറിയാം 5 zeros ഉണ്ട്. അപ്പോൾ 1000ൻ്റെ അകത്ത് ഒരു 3 more zeros കൂടി വരും. അപ്പം മൊത്തം എത്ര zeros വരും? 8 zeros ഉണ്ടായിരിക്കും. അപ്പം how many zeros does a 1000 lakh have? 1000 lakhൻ്റെ അകത്ത് നമുക്ക് 8 zeros ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how many zeros does a 100,000 have? 100,000ൻ്റെ അകത്ത് 100,000ൻ്റെ അകത്ത് എത്ര zeros ഉണ്ടെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുക? 100ഉം 1000ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കൗണ്ട് ചെയ്യുക. ഇവിടെ 3 zeros, ഇവിടെ 2 zeros. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 5 zeros ഉണ്ടായിരിക്കും. 100,000 എന്ന് പറയുന്ന ആൻസർ എത്രയായിരിക്കും വരുന്നത്? 1 lakh ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ബാക്കിയത്തെ ഫിഗർ ഔട്ടും ബാക്കിയത്തെ പോർഷനും അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. താങ്ക് യു. പിന്നെ ഈ ഗ്രേഡ് 6 മുതൽ +2 വരെയുള്ള അപ്ലൈഡ് മാത്സിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടി കാണും.